പിണറായി വിജയ, നീ ഓർത്തോ, നീയും നിന്റെ മരുമകനും കൂടി നടത്തി ഈ കോയള്ളം കൊള്ളയടിക്കാമെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കുക ചെയ്യും. ഏറ്റവും സുരക്ഷാ സെക്യൂരിറ്റിയുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ 2 തവണ ആക്സസ് കിട്ടി? ബംഗളൂരു ഭീമ ജുവല്ലറിയാണ് ഒരു ആംബുലൻസ് ശബരിമലയ്ക്ക് നൽകുന്നത്. അവിടെ എന്താണ് പോറ്റിക്ക് കാര്യം? മുഖ്യമന്ത്രിക്കാണ് ആ ആംബുലൻസ് കൈമാറുന്നത്. അവിടെ എന്താണ് പോറ്റിക്ക് കാര്യം? മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത്. ഹായ് എവരിവൺ, ഈ വീഡിയോ ക്ലിപ്പ് മൊത്തത്തിൽ ഞാൻ വരിതരാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം, ഒന്ന് മൊട്ടയായ അരുൺകുമാർ ഇപ്പോൾ പറയുന്നത് സോണിയാഗാന്ധിയാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ടത്, സോണിയാഗാന്ധി ഗൂഢാലോചന നടത്തിയിട്ടാണ് അയ്യപ്പൻ്റെ സ്വർണം പോയത് എന്നാണ് അരുൺകുമാർ പറയുന്നത്. അവനുള്ള ചുട്ട മറുപടി ഞാൻ ഇന്ന് കൊടുക്കാം. അരുൺകുമാറിന് വിനു ജോൺ, ഏഷ്യനെറ്റിൻ്റെ വിനു ജോനും മറുപടി കൊടുക്കുന്നുണ്ട്. അതും ഞാൻ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്വതന്ത്രനായി മത്സരിക്കുമോ. എന്താണ് രാഹുൽ മാങ്കൂടത്തിൽ പറഞ്ഞത്? ആ കാര്യം കൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു UDFിൻ്റെ നേതാവ് CPMൻ്റെ പിണറായി വിജയനെ ഇട്ട് കൊടയുന്നുണ്ട്, നല്ലോണം കൊടുക്കുന്നുണ്ട്. അതും ഞാനിന്ന് സൈഡിൽ വെച്ച് തരാം. ഓക്കെ, അങ്ങനെ VD സതീശനും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യം മൊട്ടക്കുള്ള മറുപടി കൊടുക്കാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരത്തിലുള്ള കോണ്ടന്റ് ആരും പേടിച്ചിട്ടിടുന്നില്ല, കേസാവുന്നൊക്കെ വിചാരിച്ചിട്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ദയവ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നാണവും മാനവും ഇല്ലാത്ത മൊട്ട, ആദ്യം നിന്നോട് ഒരു കാര്യം പറയുകയാണ്. നീ ഒറ്റൊരുത്തം കാരണം മൊട്ട രാഹുൽ മാങ്കൂടത്തിൻ്റെ ജീവിതം ഇല്ലാതായി, പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ഇപ്പം നീ CPMനെ വെളുപ്പിക്കാൻ വരികയാണ് മൊട്ട. സോണിയാഗാന്ധിയാണ് സ്വർണം കട്ടത്, സോണിയാഗാന്ധിയാണ് ഈ പറയുന്ന എല്ലാത്തിനും കാരണമെന്ന് നാണവും മാനവും ഇല്ലാത്ത മൊട്ട പറയുകയാണ്. മൊട്ട പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കേൾക്കണം. ഓക്കെ, ഏറ്റവും സുരക്ഷാ സെക്യൂരിറ്റിയുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ 2 തവണ ആക്സസ് കിട്ടി? ഒരു തവണയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു നേതാവിനെ കാണാൻ പോകാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു കള്ളന്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സ്വർണ്ണക്കൊള്ളക്കാരന് സോണിയാഗാന്ധിയെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവുന്നു. അദ്ദേഹം ഒരു പോറ്റി എന്ന വേഷമിട്ട് അദ്ദേഹം ഒരു താന്ത്രിക വിദ്യയൊക്കെ അറിയാവുന്നയാൾ എന്ന നിലയിൽ പോയി ഒരു ചരട് വെട്ടിക്കൊടുക്കാൻ താല്പര്യമുണ്ടാവുന്നു. അങ്ങനെ പാവം സോണിയാഗാന്ധിയെ പോയി കാണാൻ തീരുമാനിക്കുന്നു. ഒരു തവണ മനസ്സിലാക്കാം, ശരി, അത് ആന്റണിയോ അടൂർ പ്രകാശോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ പിന്തുണയിലായിരിക്കുമല്ലോ. അതല്ലാതെ സോണിയാഗാന്ധിയെ കാണാൻ നമുക്ക് ആർക്കും കഴിയില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഒരു ആക്സസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ കിട്ടി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഇവിടെ നാണവും മാനവും ഇല്ലാത്ത മൊട്ട പറയുന്നത് ശബരിമലയിൽ സ്വർണം കട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് എന്ന്. അതിനുള്ള ഉത്തരം ഞാൻ ഈ ഒരു നാണവും മാനവും ഇല്ലാത്തവന് കൊടുക്കുകയാണ്. എടാ മൊട്ട, ഇപ്പോൾ സിനിമ ആക്ട്രസ് ആണെങ്കിലും വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കൂലേ, സന്തോഷത്തിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കൂലേ, അതൊരു സ്വാഭാവികമാണ്. ഇപ്പോൾ ഇതേ പറയുന്ന പിണറായി വിജയന് എവിടേക്കെങ്കിലും നടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒരു ഫോട്ടോ എടുക്കും, സ്വാഭാവികമല്ലേ? ഒരു ഫോട്ടോ എടുക്കട്ടെ, അതിനെ പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ കാണിച്ചിട്ട് സോണിയാഗാന്ധിയാണ് സ്വർണം കട്ടതെന്ന് പറയാൻ നിനക്ക് ഉളുപ്പുണ്ടോടാ മൊട്ടെ? നീ ആര് പൈസ, നിനക്ക് കോടികൾ പിണറായി തരുന്നു എന്ന് എനിക്കറിയാം, പക്ഷെ നീ ഇങ്ങനെയൊക്കെ കള്ളവാർത്ത എന്തിനാണ് മൊട്ട നീ കൊടുക്കുന്നത്? ഓക്കെ, മൊട്ട പറയുന്ന ബാക്കി കൂടി കേട്ട് നോക്കാം. രണ്ടാമത്തെ തവണയും അവിടെ പോകുന്നുണ്ട്. ആ രണ്ടാമത്തെ തവണ പോകുമ്പോൾ കയ്യിൽ കുറച്ച് സമ്മാനങ്ങളുമായിട്ടാണ് പോകുന്നത്, ഗിഫ്റ്റുമായിട്ടാണ് പോകുന്നത്. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്വർണ്ണക്കൊള്ളക്കാരന് ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ വസതിയിൽ ഒരു ഗിഫ്റ്റുമായി പോയി കാണാൻ? ഇതേ ദൃശ്യം നിങ്ങൾ തിരിച്ച് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് കൊണ്ടുവന്നു എന്ന് കരുതുക. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും സാന്നിധ്യത്തിൽ ഒരു ഗിഫ്റ്റ് മുഖ്യമന്ത്രിയുടെ കൈകളിൽ കൊടുക്കുന്ന ഒരു ചിത്രമുണ്ടെങ്കിൽ അതിനെ എങ്ങനെയായിരിക്കും രാഷ്ട്രീയമായി കേരളം വീക്ഷിക്കുക? അപ്പോൾ സോണിയാഗാന്ധിയുടെ കയ്യിൽ ഗിഫ്റ്റ് കൊടുത്തതിനെ കുറ്റം പറയല്ല. ഒരു തവണ നമുക്ക് മനസ്സിലാക്കാം, 2 തവണ എങ്ങനെ ആക്സസ് കിട്ടി? ഇത്രയും മൊട്ട നീ കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വിനു ജോൻ, ഇതിന് മൊട്ടക്കുള്ള മറുപടി വിനു ജോൻ കൊടുക്കുകയാണ്. ഇവിടെ സോണിയാഗാന്ധിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തു എന്നാണ്, രാഷ്ട്രീയ നേതാക്കളല്ലേ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എന്നാൽ മൊട്ട കാണാൻ വേണ്ടി വിനു ജോൻ ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്, വെൽ സൈഡ് വിനു ജോൻ. നിങ്ങൾ ആ ഒരു വീഡിയോ കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന് ബാധകമാണ്. തെളിവുകളോടെ എല്ലാം പുറത്തു വരുമ്പോൾ ബംഗളൂരു ഭീമ ജുവല്ലറിയാണ് ഒരു ആംബുലൻസ് ശബരിമലയ്ക്ക് നൽകുന്നത്. അവിടെ എന്താണ് പോറ്റിക്ക് കാര്യം? മുഖ്യമന്ത്രിക്കാണ് ആ ആംബുലൻസ് കൈമാറുന്നത്. അവിടെ എന്താണ് പോറ്റിക്ക് കാര്യം? ഭീമ ബംഗളൂരു ജുവല്ലറിയെ പ്രതിനിധീകരിച്ചുള്ള ആളുകളെല്ലാം അവിടെ ഉണ്ട്. അവിടെ എന്താണ് പോറ്റിക്ക് കാര്യം? സരിതയുടെ കാലത്ത്, സോളാർ കാലത്ത് ഈ പിണറായി വിജയൻ ചോദിച്ചുകൊണ്ടിരുന്നത് ഈ സംസ്ഥാനത്ത് ഒരു ഇന്റലിജൻസ് സംവിധാനമില്ലേ?
മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്നവർ ആരെന്നറിയാൻ കഴിയാത്തവരാണോ അവർ? ശ്രീ പിണറായി വിജയൻ, അങ്ങനെ ഒരു ഇന്റലിജൻസ് സംവിധാനം ഇപ്പോൾ ഇല്ലേ? നിങ്ങളുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്ന ആരാണെന്നറിയാൻ നിങ്ങൾക്കൊരു സംവിധാനവുമില്ലേ? ബാംഗ്ലൂരു ഭീമ ജുവല്ലറി കൊടുക്കുന്ന ആംബുലൻസ് നിങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അവിടെ ഈ പോറ്റിക്ക് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥരും നിങ്ങളുടെ ഓഫീസിലില്ലേ? എന്താണോ ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങൾ പ്രസംഗിച്ചത് അത് 100% നിങ്ങൾക്കും ബാധകമാണ്. എടാ മൊട്ടേ, നിന്റെ കണ്ണിന് എന്തെങ്കിലും അസുഖമുണ്ടോ? ഇവിടെ അതായത് സർക്കാരിൻ്റെ ഒരു ഓഫീസിൽ ഒരു സാധനം വിതരണം ചെയ്യുമ്പോൾ അവിടെ ഉണ്ണികൃഷ്ണൻ പോട്ടേക്ക് എന്ത് കാര്യമാണ് മൊട്ടയുള്ളത്? ആ തെണ്ടി എന്തിനാണ് അവിടേക്ക് വന്നത്? ആ പരമക്കള്ളൻ എന്തിനാണ് അവിടേക്ക് വന്നത്? പിണറായി വിജയൻ വിളിച്ചിട്ടാണ് വന്നത്. പിണറായി വിജയനും ആ കള്ളനും തമ്മിൽ വലിയ ഡീലുണ്ട്. ഇത്ര സ്വർണം കൊണ്ടുപോയി നിവിക്ക് പകുതി എനിക്ക് താന്ന് പിണറായി വിജയൻ പറയുന്നത്. അതുകൊണ്ടാണ് മൊട്ട സോനിയാഗാന്ധി എവിടേക്ക് എത്തി? മൊട്ടയുടെ ഒരു ചിന്താഗതി നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, നാണവും മാനവും ഇല്ലാത്തവൻ. അപ്പോൾ പിണറായി വിജയന് കോഴിക്കോടിലൊരു കോൺഗ്രസ് നേതാവ് നല്ലോണം കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കാണാം. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ചർച്ച ചെയ്യാം. ഓക്കെ, പിണറായി വിജയ, നീ ഓർത്തോ, നീയും നിന്റെ മരുമകനും കൂടി നടത്തി ഈ കോയളം കൊള്ളയടിക്കാമെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കാതെ ചെയ്യും. കേരളം വെള്ളരിക്കപ്പെട്ടവരല്ല. ഇങ്ങനെ എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്താൽ പേടിച്ചു പോകുന്നവരല്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് ഇവിടെ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ഏത് പോലീസുകാരുണ്ടെങ്കിലും അവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് അറിയാം. പ്രിയപ്പെട്ട പിണറായി വിജയൻ തുള്ളുമ്പോ തുള്ളാനിരുന്നാൽ 3 മാസമേ നിങ്ങൾക്ക് തുള്ളാൻ കഴിയൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. എൻ സുബ്രഹ്മണ്യന്റെ രോമത്ത് തൊടുവാൻ കേരളത്തിലെ പോലീസിന് സാധിക്കില്ല. എന്ത് നല്ല അടിപൊളി പ്രസംഗമാണ്. ഞാൻ ഈ നേതാവിനെ കാണുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് നല്ല ക്ലിയർ ആണ്. 3 മാസം കൊണ്ട് ഈ പോലീസ് ഇപ്പൊ പിണറായി വിജയൻ എന്ത് പറഞ്ഞാല് ഇവന് കേസെടുക്കുന്ന പറഞ്ഞാൽ എടുത്തു, അവനെ കേസെടുക്കണമെന്ന് പറഞ്ഞാൽ എടുക്കൂല. അങ്ങനത്തെ വൃത്തികെട്ട കാപ്പികളായി നമ്മൾ എന്ത് ചെയ്യാനാണ്? കേരള പോലീസ്, നിങ്ങൾ എന്തിനാണ് സാലറി മേടിക്കുന്നത്? ഞങ്ങൾ തരുന്ന നികുതിയിൽ നിങ്ങൾ എന്തിനാണ് സാലറി മേടിക്കുന്നത്? പിണറായി ഒരു പീഡന വീരൻ, ഒരു എക്സാമ്പിൾ പറയുകയാണ്, അവൻ പീഡിപ്പിച്ചു എന്ന് തെളിവൊക്കെ ഉണ്ട്. അവൻ പീഡിപ്പിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും പറയും. പക്ഷെ പിണറായി പറയുകയാണ് കേസെടുക്കണ്ട, അപ്പൊ കേസെടുക്കൂല. അങ്ങനത്തെ നിയമമാണ് നമ്മളത്. ഓക്കെ, ചങ്ങായി ബാക്കിയും കൂടി പറയുന്നുണ്ട്, കേട്ട് നോക്കാം. ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു നടപടിയാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വരുമ്പോൾ അത് ഷെയർ ചെയ്തതിന്റെ പേരിൽ, ഫേസ്ബുക്കിൽ വന്ന ഒരു ഫോട്ടോ ഷെയർ ചെയ്തതിന്റെ പേരിൽ ശ്രീ എൻ സുബ്രഹ്മണ്യൻ, രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യനെ അതിരാവിലെ അദ്ദേഹം എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീട്ടിൽ വന്ന് കൊടും കുറ്റവാളിയോടെന്ന പോലെ പെരുമാറി അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം പോലും നിർവഹിക്കുവാൻ സുപ്രീം കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് ഏതൊരാളെയും അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മം ചെയ്യുന്നതിന് സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാതെ, പ്രാതൽ കഴിക്കാൻ അനുവാദം കൊടുക്കാതെ, അദ്ദേഹത്തിന്റെ മരുന്ന്, അദ്ദേഹം BP-ക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ആളാണ്, മരുന്ന് കുടിക്കാൻ പോലും അനുവാദം കൊടുക്കാതെ കൊടും കുറ്റവാളിയോടെ തീവ്രവാദിയോടെന്ന പോലെ അറസ്റ്റ് ചെയ്ത നടപടി ആർക്ക് വേണ്ടിയാണ് പോലീസ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ട്. ഇത് ഒരു എൻ സുബ്രഹ്മണ്യനിൽ ഒതുക്കാൻ കഴിയില്ല. ലക്ഷോപലക്ഷം ആളുകൾ ഇന്നും നാളെയുമായി ഈ ഫോട്ടോയും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും ശബരിമലയെ സ്വർണ്ണക്കള്ളയെ കുറിച്ചുള്ള എല്ലാ വാർത്തകളും ഇന്നു മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ട് പ്രതിഷേധിക്കുക ചെയ്യും. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ലക്ഷോപലക്ഷം കോൺഗ്രസുകാരെ അറസ്റ്റ് ചെയ്യാനുള്ള തന്റെ ഇടം കാണിക്കണം. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതേ ഫോട്ടോ നവംബർ മാസത്തിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്കിൽ ഇട്ടപ്പോ എന്തേ പിണറായി വിജയന്റെ പോലീസ് അനക്കമില്ലാതായി പോയി? എന്തേ പിണറായി വിജയൻ മിണ്ടാതിരുന്നു? അപ്പോ ഇത് BJP-യും CPM തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കൂടിയാണ് എന്നെനിക്കറിയാം. ഇവിടെ പോലീസ് ഏമാമാരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഇത് തുള്ളുമ്പോ, പ്രിയപ്പെട്ട പിണറായി വിജയൻ തുള്ളുമ്പോ തുള്ളാനിരുന്നാൽ 3 മാസമേ നിങ്ങൾക്ക് തുള്ളാൻ കഴിയൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് ഇവിടെ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന ഏത് പോലീസുകാരുണ്ടെങ്കിലും അവനെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ പോലീസ് വളപ്പിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ UDF-ന് അറിയാം, കോൺഗ്രസിന് അറിയാം എന്ന് ഈ പോലീസ് ഏമാമാർ ചിന്തിക്കണം. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. വെള്ളരിക്കാപട്ടണമല്ല കോഴിക്കോട്, കേരളം വെള്ളരിക്കാപട്ടണമല്ല. ഇങ്ങനെ എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്താൽ പേടിച്ചു പോകുന്നവരല്ല. സൂര്യസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ പേടിയില്ലാത്ത ഞങ്ങൾക്ക് കാക്കിയിട്ട ചില ഊരാളികൾ നടത്തുന്ന പോരാട്ടങ്ങൾക്കൊന്നും ഞങ്ങൾ തല കൊടുക്കുകയില്ല. 100% ശരിയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, ഈ സ്വർണം കട്ട കള്ളനുമായി മുഖ്യമന്ത്രി ഒരു ഫോട്ടോ അത് BJP നേതാക്കൾ അപ്ലോഡ് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. കോൺഗ്രസിന്റെ നേതാവ് അപ്ലോഡ് ചെയ്തപ്പോൾ രാവിലെ പോയി പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. നാണവും മാനവും ഇല്ലാത്ത സോഷ്യൽ മീഡിയ ആണ്. ഇവിടെ വിമർശനവും വരും, എല്ലാം വരും. അത് വേണമെങ്കിൽ സഹിക്കണം. അതിപ്പോൾ മന്ത്രി ആയാലും സിനിമാ നടിയായാലും സിനിമാ നടനായാലും ആരായാലും ഞങ്ങൾ വിമർശിക്കേണ്ടത് വിമർശിക്കും, നല്ലതെന്ന് പറയും. ഓക്കെ, അത് ഞങ്ങൾക്കെതിരെ കേസ് എടുക്കുന്നത് ഇന്ത്യ രാജ്യമല്ല. ഇവിടെ നല്ലതും വടക്കും പറയാൻ എല്ലാവർക്കും അധികാരമില്ലേ? എന്ത് പിണറായി വിജയന് മാത്രം എന്ത് തെറ്റ് ചെയ്താലും ആരും ഒന്നും പറയണ്ടേ? നാണവും മാനമില്ലാത്ത സർക്കാർ. അപ്പോൾ നമുക്ക് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയാനുള്ളത് അത് ഞാൻ പ്ലേ ചെയ്തുതരാം.
അതിനുശേഷം VD സതീശൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ന്യൂസും കൂടി വന്നിട്ടുണ്ട്. SIR വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഇല്ലാതാവും. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പേരില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, ഞാൻ അവസാന ഭാഗം പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടുന്ന വിവരം, അവിടുത്തെ സാധാരണക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചു, സ്വതന്ത്രനായി നിങ്ങൾ മത്സരിക്കുമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചത്താലും ഞാൻ സ്വതന്ത്രനായി മത്സരിക്കൂല. എനിക്ക്, അതായത് കോൺഗ്രസ് എന്നെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്, എനിക്ക് തരാവുന്നതിൽ വെച്ച് എല്ലാ സ്ഥാനവും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് സീറ്റിലാണ് ഞാൻ MLA അടക്കമായത്, അതുകൊണ്ട് കോൺഗ്രസിന് ഒരിക്കലും ഞാൻ മറക്കൂല, കോൺഗ്രസിൻ്റെ എതിരിൽ ഞാൻ ഒരിക്കലും മത്സരിക്കൂല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. നേരെ മറിച്ച് നമ്മുടെ VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഉറപ്പും കൂടി കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കേസ്, നമുക്ക് എല്ലാവർക്കും അറിയാം കള്ളക്കേസ് എന്ന്, ആ കള്ളക്കേസ് എത്രയും പെട്ടെന്ന് കള്ളക്കേസ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കണം. അതിനുശേഷം നിന്നെ തിരിച്ചംഗത്വത്തിലേക്ക് സ്വീകരിച്ച് കേരളത്തിൻ്റെ സംസ്ഥാന കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാക്കും. അതിനുശേഷം എന്തെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടെങ്കിൽ അതിൽ സ്ഥാനാർത്ഥിയാക്കും. ഇല്ലെങ്കിൽ അടുത്ത വർഷം MP ഇലക്ഷന് വരുന്നുണ്ടല്ലോ, അതിലല്ലെങ്കിൽ MLA ഇലക്ഷന് 100% രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ എവിടെയാണ്, ഇപ്പോൾ വയനാട് നമുക്ക് എല്ലാവർക്കും അറിയാം, ആരെന്നാലും കോൺഗ്രസ് ജയിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കുമെന്നാണ് ഉറപ്പ് കൊടുത്തത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ചത്താലും മത്സരിക്കൂല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. ഓക്കെ, കുറേ പേര് കമൻ്റ് ഇട്ട് ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു കോണ്ടന്റ് ഇട്ടത്. അപ്പോൾ നമുക്കിനി എന്താണ് VD സതീശൻ ഇന്നലെ പിണറായി വിജയനെ പഞ്ചറാക്കിയിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നിങ്ങളുടെ അവസാനത്തെ കാലഘട്ടമാണിത്. നിങ്ങളുടെ ഭരണത്തിന്റെ അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയുടെ പടം ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് പോലീസ് ജീപ്പിന് ബോംബറില്ല. CPM നേതാവിനെ 20 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച CPM നേതാവിനെ അവൻ ജയിലിൽ കിടന്ന് 1 മാസം തികയുന്നതിന് മുമ്പ് പരോളിൽ വിട്ട സർക്കാരാണിത്. നിങ്ങൾ ആഭ്യന്തരമന്ത്രിയല്ലേ നിങ്ങൾ? എന്താ നിങ്ങളുടെ ഭരണം? നിങ്ങളുടെ DIG കൈക്കൂലി മേടിച്ച് എല്ലാവർക്കും പരോൾ കൊടുക്കുകയല്ലേ? TP ചന്ദ്രശേഖരന് 51 വെട്ടുവെട്ടിക്കൊന്ന ക്രിമിനലുകൾ മുഴുവൻ പുറത്തല്ലേ? ലഹരി മരുന്ന് മാഫിയയ്ക്ക് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുകയല്ലേ? നിങ്ങളുടെ ജയിലിൽ നിങ്ങൾ കഞ്ചാവും ഡ്രഗ്സും എത്തിച്ചു കൊടുക്കുകയല്ലേ? എന്നിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന ആളുകളെ രാത്രി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാം. പേടിപ്പിക്കാനൊന്നും വരണ്ട, ഞങ്ങളെ അത്രയൊന്നും ആയിട്ടില്ല, ഞങ്ങൾ പേടിപ്പിക്കാനൊന്നും വരണ്ട. അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDF പിന്തിരിഞ്ഞു പോകില്ല. നിങ്ങൾ ഏകാധിപതി ചമയാണ്. നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പേടിയില്ല. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വന്നിട്ട്. എന്തൊരു നാണക്കേടാണ് കേരളത്തിന് നിങ്ങളെ പോലെ ഒരു മുഖ്യമന്ത്രി, ഈ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി. ശബരിമലയിൽ പാട്ടുപാടിയതിന് കേസെടുത്തിട്ട് നാണം കെട്ട് ഓടിയ വഴിക്ക് പുല്ലുപോലും മുളച്ചിട്ടില്ല. ഇത് 2ാമത്തെ കേസാണ്. എന്തും ചെയ്യാന്നുള്ള ധാരണയൊന്നും വേണ്ട കേരളത്തിൽ. ജനങ്ങളൊരു താക്കീത് തന്നാണ്, അത് ഇതുവരെ പഠിച്ചില്ല. പഠിക്കണ്ട, ഇതിനേക്കാളും വലിയ താക്കീത് വരുന്നുണ്ട് 2026. VD സതീശൻ നല്ലൊരു നേതാവാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കൂ നിങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഒരു കണക്ക് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല, പാർട്ടിയിൽ പുറത്താക്കി നമ്മൾ ആരും ഇതല്ല, അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ട എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചെറിയൊരു ആരോപണം വന്നപ്പോൾ ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇദ്ദേഹം നല്ലൊരു നേതാവാണ്. ഇദ്ദേഹം രാഹുലിന് താക്കീത് കൊടുത്ത് ഇദ്ദേഹം രാഹുലിനോട് പറയുകയാണ്, രാഹുലെ നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുന്നില്ല രാഹുലെ, കേസിനായിട്ട്, അതായത് കേസ് പരമായിട്ട് എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യാം, എത്രയും പെട്ടെന്ന് നിന്റെ നിരപരാധിത്വം നീ തെളിയിക്കണം, അതിനുശേഷം നിന്നെ ഞങ്ങൾ പാർട്ടിയിൽ എടുക്കാം രാഹുൽ എന്ന് പറഞ്ഞ മനുഷ്യനാണ് നമ്മുടെ VD സതീശൻ. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ.